Now we are going to study about the next topic in the fifth module, that is called schedule. Not scheduling, schedule. What is the meaning of schedule, which is also called the history of transaction? Suppose that we have uh, many transactions with us. So we know what is the meaning of transaction. Transaction എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. Transaction means it consists of a group of logically related operations. ഒരുപാട് ഓപ്പറേഷൻസ് ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്യും. ആ ഓപ്പറേഷൻസ് എല്ലാം കൂടി ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അത് മുഴുവൻ കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റുള്ളൂ. So we give some examples of transactions. Suppose I want to transfer rupees 500 from account of person A to person B. A എന്ന് പറഞ്ഞ പേഴ്സണിൽ നിന്ന് ബി എന്ന് പറഞ്ഞ പേഴ്സണിൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു 500 റുപ്പീസ് ട്രാൻസ്ഫർ ചെയ്യണം. ദാറ്റ് ഇസ് വൺ എക്സാമ്പിൾ ഓഫ് ട്രാൻസാക്ഷൻ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റാബേസിൽ നിന്ന് ഫസ്റ്റ് എയുടെ ഡീറ്റെയിൽസ് എടുക്കും, എന്നിട്ട് എയുടെ ഡീറ്റെയിൽസ് എടുക്കാനുള്ള ഓപ്പറേഷൻ എഴുതും. ദെൻ ആഫ്റ്റർ ദാറ്റ് എ ഷുഡ് ബി എയിൽ നിന്ന് -500 റുപ്പീസ് മൈനസ് ചെയ്യും. എന്നിട്ട് എയുടെ വാല്യൂ കറക്റ്റാക്കി തിരിച്ചു കൊണ്ടുവയ്ക്കും, റൈറ്റ് ചെയ്യും. ദെൻ ആഫ്റ്റർ ദാറ്റ് വി വിൽ ടേക്ക് ബിയുടെ പഴയ വാല്യൂ എടുക്കും, അതായത് ഇപ്പോൾ ബിയുടെ വാല്യൂ എടുക്കും. ദെൻ ബിയുടെ വാല്യൂവിൽ നിന്ന് 500 റുപ്പീസ് വി വിൽ ആഡ്. എന്നിട്ട് പുതിയ വാല്യൂവിനെ നമ്മൾ തിരിച്ച് ബി എന്ന് പറഞ്ഞ ആ ഡേറ്റയിലേക്ക് നമ്മൾ കോപ്പി ചെയ്യും. സോ ദ കോമ്പിനേഷൻ, ദ കളക്ഷൻ ഓഫ് ഓൾ ദിസ് ഓപ്പറേഷൻസ് ആർ കോൾഡ് വൺ ട്രാൻസാക്ഷൻ. അപ്പം അതെല്ലാം കൂടെ ചെയ്യുമ്പോഴാണ് എയുടെ അക്കൗണ്ടിൽ നിന്ന് 500 റുപ്പീസ് ബിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. So here we consider only one transaction, but there will be more than one transaction. So ഒരു ട്രാൻസാക്ഷൻ മാത്രമല്ല ചെയ്യുന്നത്, ഒരുപാട് ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് എല്ലാം വിത്ത് റെസ്പെക്ട് ടു എ ഡേറ്റാബേസ്, ഒരു ഡേറ്റാബേസിൻ്റെ ബേസിലാണ് ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ പറയുന്നത്. അപ്പോൾ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് എ ഷെഡ്യൂൾ? ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്പോസ് വി ഹാവ് n ട്രാൻസാക്ഷൻസ് ആർ ദെയർ. നമ്മുടെ കയ്യിൽ ഒരു n ട്രാൻസാക്ഷൻസ് ഉണ്ട്. വി ആർ ഗിവിംഗ് ദ നെയിം T1, T2, T3, etc. Tn എന്ന് പറഞ്ഞ് n transactions are there with us, and normally a schedule or history is indicated by the symbol S. S എന്ന് പറഞ്ഞ സിമ്പിൾ വെച്ചിട്ടാണ് നമ്മളൊരു ഷെഡ്യൂൾ സാധാരണ നോട്ടേറ്റ് ചെയ്യുന്നത്. സോ ഹൗ ക്യാൻ യു ഡിഫൈൻ ദ ഷെഡ്യൂൾ? ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഹൗ ക്യാൻ യു ഡിഫൈൻ? ഇറ്റ് ഈസ് എൻ ഓർഡറിങ് ഓഫ് ദ ഓപ്പറേഷൻസ് ഓഫ് ദ ട്രാൻസാക്ഷൻസ്. അപ്പോൾ നമ്മുടെ കയ്യിൽ n ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഓരോ ട്രാൻസാക്ഷൻസിലും വി ആർ പെർഫോമിങ് എ ലോട്ട് ഓഫ് ഓപ്പറേഷൻസ്, and how these operations within these transactions are done, in which order that are performed. So I will give you one example. So these two are two different schedules. This is a schedule in the example, this is another schedule. So we can see in the first schedule we are only considering two transactions, T1 and T2. T1 consists of all these operations, so its group is called T1. So T1 will be completed if all the instructions are executed. T2 is another schedule which contains all this instruction. ഈ ഇൻസ്ട്രക്ഷൻ്റെ ഈ ഓപ്പറേഷൻസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഗ്രൂപ്പിനെയാണ് T2 എന്ന് പറയുന്നത്. ഇൻ ദിസ് എക്സാമ്പിൾ how we can explain this schedule? ഇതിനെ നമ്മൾ സീരിയൽ ഷെഡ്യൂൾ എന്ന് പറയും. That means that first of all the operations inside T1 will be completed, and only after the completion of T1 the next one will be completed. That is the style of the schedule here. അപ്പോൾ ഇത് ഷെഡ്യൂളായിട്ട് അപ്പോൾ നമ്മൾ താഴോട്ട് ടൈമായിട്ട് ആസ് ദ ടൈം ഇൻക്രീസസ് ഹൗ ഇറ്റ് ഇസ് ടേക്കിംഗ് ദ ഓപ്പറേഷൻസ്, ടൈം കൂടുന്നതിനനുസരിച്ച് ഫസ്റ്റ് റീഡ് എ വിൽ ബി പെർഫോംഡ്, A equal to A minus 50, write A, read B, B is equal to B plus 50, write B. Then after that the next transaction will start, that is read A, that is I am explaining this one, read A, temp is equal to A into 0.1, A is equal to A minus temp, write A, then read B, updation of B and write B. So this is one schedule. And what is this style? This is another way. Actually the code is same. Here the code is same. If you are taking T1, the number 6 statements are there, and the same 6 statements are there. In the case of T2, this 7 statements are there. Here also 7 statements are there. But the order changes here. That's the only difference. So if you are considering this one as a schedule, ഈ ഒരു ഷെഡ്യൂൾ നോക്കുവാണെങ്കിൽ ആദ്യം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? T1ൻ്റെ ഫസ്റ്റ് ഓപ്പറേഷൻ ചെയ്യും, സെക്കൻഡ് ചെയ്യും, തേർഡ് ചെയ്യും. അടുത്ത ടൈമിൽ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും? അടുത്ത ട്രാൻസാക്ഷൻ്റെ ഓപ്പറേഷൻസ് എടുക്കും. അതായത് ഇതേ ഓർഡറിൽ തന്നെയായിരിക്കും ചെയ്യുന്നത്. റീഡ് ചെയ്യും, calculator, A will be updated, write A.
ആൻഡ് പിന്നെ എന്ത് ചെയ്യും, പിന്നെ അടുത്ത ടൈമിൽ തിരിച്ച് T1 വന്നിട്ട് അവിടെ എവിടെ വെച്ചാണോ ഇവിടം വരെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടം വരെ ചെയ്തിട്ടുണ്ടായിരുന്നു, റീഡേ മുതലാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ റീഡേ മുതൽ റൈറ്റ് ബി വരെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ T1 കംപ്ലീറ്റ് ആയി. ദെൻ ഇറ്റ് വിൽ ബി മൂവ് ടു നെക്സ്റ്റ് വൺ. ഈ മൂവ്മെൻ്റ് ഒക്കെ നടത്തുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഒരിടത്തുനിന്ന് മറ്റേ ഒരു ഓപ്പറേഷനിലേക്ക് മൂവ് നടത്തുന്നത്. ദാറ്റ് ഇസ് ദ ഫങ്ഷനാലിറ്റി ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ റീഡ് ബി നടത്തും, ഇത് അടുത്ത് ബി അപ്ഡേറ്റ് ചെയ്യും, റൈറ്റ് ബി നടത്തും. സോ നൗ ദ ട്രാൻസാക്ഷൻ T2 is over. സോ വാട്ട് ഇസ് ദ ഷെഡ്യൂൾ ഹിയർ? ഇവിടെ നമ്മൾ ഒരെണ്ണം ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടല്ല, വി ആർ മൂവിങ് ടു നെക്സ്റ്റ് വൺ. വി ആർ ജസ്റ്റ് കൺകറൻ്റ്ലി എക്സിക്യൂട്ടിങ്. കൺകറൻ്റ്ലി എന്ന് പറഞ്ഞാൽ ഒന്ന് കുറച്ച്, അത് കഴിഞ്ഞ് കുറച്ചപ്പുറം അല്ലെങ്കിൽ ഇപ്പുറം, അങ്ങനെ. ദിസ് ഈസ് ഓൺലി വൺ എക്സാമ്പിൾ. ഇതുപോലെ അല്ലാതെ പല രീതിയിൽ നിങ്ങൾക്ക് ഇതുപോലെ കൺകറൻസി നടത്താം. ഇവിടുത്തെ ഒരെണ്ണം, അടുത്തൊരെണ്ണം, ഇവിടുത്തൊരെണ്ണം, അടുത്തൊരെണ്ണം, അങ്ങനെയൊക്കെ നമുക്ക് നടത്താം. So this is the actual meaning of a schedule. This is one example of a schedule. This is another example of a schedule. So if you see these two schedules, the meaning is clear. If you have, ഇതിൽ രണ്ടേ ട്രാൻസാക്ഷൻ്റെ കേസാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ n ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ in which order all the operations inside the transactions are completed, that is called a schedule or a history. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. A schedule or history of S, history called S, of n transactions. We are giving the name of the transactions T1 to Tn. It is the ordering of the operations of the transactions. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള n ട്രാൻസാക്ഷൻസിലെ ഓരോ ഓപ്പറേഷൻസിനെയും ഏത് ഓർഡറിൽ ചെയ്യുന്നു അതിൻ്റെ ആ ഒരു കളക്ഷനെയാണ് we will call it as S. അപ്പോൾ S നോക്കുവാണെങ്കിൽ ഈ ട്രാൻസാക്ഷൻസിലുള്ള എല്ലാ ഓപ്പറേഷൻസും ഉണ്ടാകും, പക്ഷേ അതിൻ്റെ ഓർഡർ ചിലപ്പോൾ ഓരോ ഷെഡ്യൂളിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഒരു ഷെഡ്യൂളിൽ വൺ ആഫ്റ്റർ അനദർ ആണെങ്കിൽ ഒരു ഷെഡ്യൂളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൺകറൻറ്റ് ടൈപ്പ്, കുറച്ചിവിടെ കുറച്ചെടുത്തത് അങ്ങനെയൊക്കെ ആവും. സോ ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എ ഷെഡ്യൂൾ. പിന്നെ ഷെഡ്യൂളിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇഫ് യു ടേക്ക് എനി ഷെഡ്യൂൾ, നമ്മൾ ഈ ഷെഡ്യൂൾ എടുത്താലും ദ ഓർഡർ ഓഫ് ദ ഓപ്പറേഷൻസ്, അതായത് ഇപ്പോൾ ഈ T1 എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ ഈ ഓർഡറാണ് അതിനകത്തുള്ളത്. ഇതേ ഓർഡറിലായിരിക്കും നമ്മുടെ ഷെഡ്യൂൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ മാറ്റം വരില്ല. അതായത് ഇവിടെ റീഡേ കഴിഞ്ഞിട്ടാണ് T1 എടുക്കുകയാണെങ്കിൽ ഇവിടെ റീഡേ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് A is equal to A minus B. So if you are taking another schedule also, ഫസ്റ്റ് റീഡേ കഴിഞ്ഞിട്ട് A equal to A minus B ചെയ്യുള്ളൂ. ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തിൽ നിന്നും എടുക്കില്ല. സോ ദ പ്രോപ്പർ ഓർഡർ വിൽ ബി മെയിൻറ്റെയിൻ ഇൻ എനി ഷെഡ്യൂൾ. ഏത് ഷെഡ്യൂൾ എടുത്താലും ഓർഡർ സെയിം ആയിരിക്കും, പക്ഷേ ഓർഡർ ഓഫ് ഈച്ച് ഓപ്പറേഷൻ ഇൻ എ ട്രാൻസാക്ഷൻ വിൽ ബി സെയിം. ബട്ട് ഇറ്റ്സ് ഓർഡർ മീൻസ് ട്രാൻസാക്ഷൻ്റെ ഉള്ളിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം അതേ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യും, പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റൈല് ചിലപ്പോൾ ഒരെണ്ണം കഴിഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ ഇതുപോലെ കുറച്ചിവിടെ കുറച്ചവിടെ അതാകാം. സോ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഷെഡ്യൂൾ. So here I am using some simple notations. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് ഓരോ, if you want to explain a schedule, if you want to explain the different operations in the schedule, അതൊക്കെ കാണിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡായിട്ട്, ഒരു ഷോർട്ട് ഹാൻഡ് നൊട്ടേഷനായിട്ട് I am using some symbols. And normally if you take any transaction, ഒരു ട്രാൻസാക്ഷൻ്റെ ഉള്ളിൽ കാണാവുന്ന ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ബിഗിൻ ട്രാൻസാക്ഷൻ ഉണ്ടാകും, ദാറ്റ് വിൽ ഷോ ദ ബിഗിനിങ് ഓഫ് ദ ട്രാൻസാക്ഷൻ. എൻഡ് ട്രാൻസാക്ഷൻ ഉണ്ടാകും, ദാറ്റ് വിൽ ഷോ ദ എൻഡിങ് ഓഫ് ദ ട്രാൻസാക്ഷൻ. പിന്നെ രണ്ട് ഓപ്പറേഷൻസ് ആണ് മെയിനായിട്ട് ട്രാൻസാക്ഷനിൽ നടത്തുന്നത്. ഫസ്റ്റ് വൺ ഇസ് റീഡ് ഓപ്പറേഷൻ, റൈറ്റ് ഓപ്പറേഷൻ. റീഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. റീഡിങ് മീൻസ് സപ്പോസ് റീഡ് എക്സ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ഡേറ്റാ ബേസിൽ എക്സ് എന്ന് പറഞ്ഞ ഡേറ്റേനെ റീഡ് ചെയ്തുകൊണ്ട് വരും. എവിടെ കൊണ്ട് റീഡ് ചെയ്യും? ദാറ്റ് വിൽ ബി കോപ്പി ടു എ ബഫർ ഇൻസൈഡ് ദ മെമ്മറി. മെമ്മറിയിലെ ഒരു ബഫറിൽ കൊണ്ടാണ് അതേ പേരിലുള്ള ഒരു വേരിയബിൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവയ്ക്കുന്നത്. ആൻഡ് റൈറ്റ് എക്സ് ഓപ്പറേഷൻ ദാറ്റ് വിൽ ഡു ദ റിവേഴ്സ് ഓഫ് ദ റീഡ് ഓപ്പറേഷൻ. സപ്പോസ് റൈറ്റ് എക്സ് എന്ന് പറഞ്ഞ് റൈറ്റിൻ്റെ ബ്രാക്കറ്റിൽ എക്സ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ബഫറിലുള്ള എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിൽ നിന്ന് അതിൻ്റെ വാല്യൂ, അത് ആ ഡേറ്റ എക്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഡേറ്റേനെ നമ്മൾ ഡേറ്റാ ബേസിൽ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് കോപ്പി ചെയ്യും. സോ ദാറ്റ് ഇസ് കോൾഡ് ദ റൈറ്റ് എക്സ്. So these two are another important function operations in a transaction. പിന്നെ ഉള്ളത് ഏതാണ്? പിന്നെ the next one is B for beginning, R for read, write, end of the transaction. പിന്നെ ഒരു ട്രാൻസാക്ഷന് രണ്ട് ഔട്ട്പുട്ടാണുള്ളൂ. രണ്ട് ഔട്ട്പുട്ട് അല്ല, രണ്ട് രീതിയിൽ നിൽക്കാം. ചിലപ്പോൾ അത് സക്സസ്ഫുൾ ആയാൽ we will commit the transaction. We already studied in the state of transaction that commit operation.
ചിലപ്പോൾ നമ്മൾ കമ്മിറ്റ് ചെയ്യാം. സോ ദാറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ ദ സി. ഓക്കെ, ദെൻ ചിലപ്പോൾ അബോട്ട് ചെയ്യാം, എനി കൈൻഡ് ഓഫ് എറർ ഒക്കെ, ദെൻ വി കനോട്ട് കംപ്ലീറ്റ് ഇറ്റ്. സോ ദെൻ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ. അപ്പോൾ ഷോർട്ടായിട്ട് ഓരോ ഓപ്പറേഷൻസിന് all the operations inside the transactions are normally denoted by these symbols, and assume that B indicates the beginning of transaction, R indicate the read, write, E for end of transaction, C for commit, and A for abort. ഇനി നമുക്ക് ഡേറ്റ ഐറ്റത്തെ കാണണം. ഏത് ഡേറ്റേനെയാണ് നമ്മൾ ഈ ഓപ്പറേഷൻ നടത്തുന്നത്. യൂഷ്വലി ദ ഡേറ്റ ഈസ് റിട്ടൺ ഇൻ പാരാന്തസിസ്. Then after each of the operation, you will operation will be subscript with the value 1, R1, R2. That means the number indicates, here you can see an example. Here the number indicates the name of the transaction or the ID of the transaction. നമ്മൾ ഈ എക്സാമ്പിൾ T1, T2 എന്നൊക്കെ കൊടുത്തില്ലേ. ദാറ്റ് ഈസ് ടു ഐഡൻറ്റിഫൈ. T1 മീൻസ് ദ ഫസ്റ്റ് ട്രാൻസാക്ഷൻ, T2 മീൻസ് ദ സെക്കൻഡ് ട്രാൻസാക്ഷൻ. ഓരോ ട്രാൻസാക്ഷനും ഓരോ ഐ ഡി ഉണ്ടാകും. ആ ഐ ഡി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ആസ് എ സബ്സ്ക്രിപ്റ്റ്. സോ സപ്പോസ് ഇഫ് യു ആർ ടേക്കിംഗ് ദിസ് ആസ് എ ഷെഡ്യൂൾ, നമുക്കറിയാം ഷെഡ്യൂളിനെ നമ്മൾ എസ് വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. ഐ എം ജസ്റ്റ് ഗിവിംഗ് ദ നെയിം എസ് എ, ദാറ്റ് ഈസ് ദ എ ഷെഡ്യൂൾ എ. സോ വാട്ട് ഈസ് ദ ഓർഡർ? ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നു? ഹിയർ ഓൺലി ദ റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ് ആർ ഡിസ്ക്രൈബ്ഡ് ഫോർ സിംപ്ലിസിറ്റി. എളുപ്പത്തിന് വേണ്ടിയിട്ട് റീഡിങ്ങും റൈറ്റിങ്ങും മാത്രമേ കാണിക്കുന്നുള്ളൂ. So first, if you are taking that schedule, what is the operation done first? R1, R for read, 1 for first transaction. First transaction read operation carried out on which data X. X എന്ന് പറഞ്ഞ ഡേറ്റയെ റീഡ് ചെയ്യുന്നു by the first transaction. അത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അടുത്തത് ഏതാണ് എടുത്തത്? സെക്കൻഡ് ട്രാൻസാക്ഷൻ റീഡിങ് നടത്തി on the variable X. And after that, first transaction is performing the write operation on the variable X. Then first transaction is reading on the variable Y. The second transaction is writing variable X. The first transaction is writing variable Y. So this is one example given. It is a schedule given. It contains, suppose it contains only two transactions, T1 and T2, and this will give you the order in which the operations inside T1 and T2 are carried out. And just consider this one as an example. Then there are two main types of schedules are there. The first one is called the serial schedule, and the second one is called the concurrent schedule. So what is the meaning of a serial schedule? Serial schedule means that I already explained this example. That a serial manner we will perform all the transaction. We will suppose T1 is the transaction which contains all the steps. Then after completing all the operations of that particular transaction, then only the next transaction will be started or that will be completed. Okay, so that is the meaning of serial type schedule. Serial schedule means the instruction belong to one single transaction appear together in a schedule. So if you take a schedule and if you analyze the schedule, all the operations in one transaction will be considered as a group. Other ഒരു ഷെഡ്യൂൾ തരികയാണ്. ഇപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഷെഡ്യൂൾ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ R1 ഓഫ് എ, ദെൻ ഇതിപ്പോൾ കാണിക്കുന്നില്ല, W1 ഓഫ് എ, R1 ഓഫ് ബി, W1 ഓഫ് ബി, അങ്ങനെ പോകും. അതായത് അതിനകത്ത് എല്ലാ ട്രാൻസാക്ഷനും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വി വിൽ മൂവ് ടു ദ നെക്സ്റ്റ് വൺ. സോ യു കൺസിഡർ ദിസ് എക്സാമ്പിൾ. ഇതിൽ T1 എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ്റെ മീനിങ്, suppose that this is to transfer ₹50 from account A to account B. അതിനുള്ള ഓപ്പറേഷൻസ് ആണ് എഴുതിയേക്കുന്നത്. എയുടെ അക്കൗണ്ടിൽ നിന്ന് ബിയുടെ അക്കൗണ്ടിലേക്ക് ₹50 ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്പറേഷൻസ്. ആൻഡ് സപ്പോസ് ദിസ് ഇസ് എ ട്രാൻസാക്ഷൻ വിച്ച് ഈസ് ടു ട്രാൻസ്ഫർ 10% ഓഫ് ദ ബാലൻസ് ഓഫ് എ ടു ബി. എയുടെ അക്കൗണ്ടിലുള്ള എമൗണ്ടിൻ്റെ 10% ബിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് ഈ ട്രാൻസാക്ഷൻ എഴുതിയിരിക്കുന്നത്. സപ്പോസ് ദാറ്റ് ദർ ഇസ് എ കമ്മിറ്റ്. അത് ഇതിൽ കാണിക്കുന്നില്ല. ഹിയർ വി ആർ ഓൺലി കോൺസെൻട്രേറ്റിംഗ് ഓൺ ദി ഇമ്പോർട്ടൻറ്റ് ഓപ്പറേഷൻസ്. എല്ലാ ട്രാൻസാക്ഷനും കഴിഞ്ഞിട്ട് കമ്മിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. കമ്മിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് കമ്മിറ്റ് ഉണ്ട്, അത് കഴിയുമ്പോൾ അടുത്തത് സ്റ്റാർട്ട് ചെയ്യും. അതും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കമ്മിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. കമ്മിറ്റ് മീൻസ് വി ആർ സേവിങ് ഓൾ ദ ചേഞ്ചസ്. നമ്മൾ ഇതുവരെ നടത്തിയ എല്ലാ ചേഞ്ചസും സേവ് ചെയ്യുന്നു എന്നുള്ള മീനിങ്ങിലാണ് കമ്മിറ്റ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇഫ് യു ആർ കൺസിഡറിങ് ദ സീരിയൽ ഷെഡ്യൂൾ, വാട്ട് വിൽ ബി ദ ഫൈനൽ ഔട്ട്പുട്ട് ഓഫ് എ ആൻഡ് ബി? ഇതിൽ എയും ബിയും സെയിം ആണ്. T1 യൂസ് ചെയ്യുന്ന എയും ബിയും തന്നെയാണ് T2 യൂസ് ചെയ്യുന്നത്. ആൻഡ് സിൻസ് ദിസ് ഇസ് എ സീരിയൽ ടൈപ്പ് ഷെഡ്യൂൾ, ഇതിൻ്റെ ഫൈനൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സപ്പോസ് എയുടെ വാല്യൂ ഇനിഷ്യലി 1000ഉം ബിയുടെ വാല്യൂ ഇനിഷ്യലി 2000ഉം ആണെങ്കിൽ,
After executing this schedule, ഈ ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ the A will consist of the value A 55 and B will consist of the value 2145. നിങ്ങളിത് ചെയ്ത് നോക്കിയാൽ, അതായത് ആദ്യം എയുടെ ഫുൾ കംപ്ലീറ്റ് ചെയ്യുക, ഇനിഷ്യൽ വാല്യൂസ് തന്നിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ നടത്തുക, അത് കഴിഞ്ഞ് ബിയുടെ ഓപ്പറേഷൻസും ഓരോന്നും നടത്തുക. ഇതെല്ലാം ചെയ്ത് ഫൈനൽ വാല്യൂ ഓഫ് എ ആൻഡ് ബി ആഫ്റ്റർ ദ സീരിയൽ ഷെഡ്യൂൾ വിൽ ബി 855 and 2145. സപ്പോസ് ദാറ്റ് ഇത് നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ T1 ആദ്യം നടത്തി, അത് കഴിഞ്ഞ് T2 നടത്തി. ഓക്കെ, ദാറ്റ് ഇസ് T1 ഈസ് ഡൺ ഫസ്റ്റ്, ആഫ്റ്റർ ദാറ്റ് T2 സ്റ്റാർട്ട്സ്, T2 ഈസ് കംപ്ലീറ്റഡ്. ഇത് മാത്രമല്ല, ഇത് സീരിയൽ ആണെങ്കിൽ ഇത് വേറൊരു ഓർഡറിൽ ചെയ്യാമല്ലോ. ഫസ്റ്റ് T2 കംപ്ലീറ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് T1 ചെയ്യുക. ദാറ്റ് ഇസ് ദ വേ. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിളിൽ കാണിച്ചിട്ടുണ്ട്, T1 ആരോ T2 എന്ന് പറഞ്ഞാൽ T1 ഫസ്റ്റ് പെർഫോം ചെയ്തു, ദെൻ T2 പെർഫോം ചെയ്തു. സപ്പോസ് T2 ഈസ് ഫോളോഡ് ബൈ T1, അതിനെ ഈ രീതിയിൽ നൊട്ടേറ്റ് ചെയ്യാം. ഫസ്റ്റ് T1 ഫുൾ കംപ്ലീറ്റ് ചെയ്തു, എന്നിട്ട് T2 കംപ്ലീറ്റ് ചെയ്തു, എന്നിട്ട് T1 കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ്, ഈ ഓർഡറിലാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് എ ആൻഡ് ബി? A 850, B 250. ഓക്കെ, അപ്പോൾ A പ്ലസ് ബിയുടെ വാല്യൂ സെയിം ആയിരിക്കും. ഈ രണ്ട് എക്സാമ്പിൾ നോക്കിയിട്ടുണ്ടെങ്കിലും ഏത് ഓർഡറിൽ ചെയ്താലും, if you are doing the order in T1 first and T2 later, or T2 first and T1 later, A and B value will have different values. But if you take the total amount of A and B, അതായത് ഈ കേസിൽ A plus B കാൽക്കുലേറ്റ് ചെയ്താൽ ആ വാല്യൂവും സെക്കൻഡ് ഓർഡറിൽ T plus A plus B കാൽക്കുലേറ്റ് ചെയ്താൽ അതിൻ്റെ ഓർഡറും ദാറ്റ് ഷുഡ് ബി പ്രിസർവ്. 3000 rupees ഉണ്ടായിരുന്നു. 3000 കിട്ടിയത് എങ്ങനെയാണ്? സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് Aയിൽ 1000ഉം Bയിൽ 2000ഉം ഉണ്ടായിരുന്നു. ആഫ്റ്റർ ഡൂയിങ് ദ ഷെഡ്യൂൾ, ഒന്നിൽ ഈ രീതിയിലുള്ള വാല്യൂസ് ആയിരിക്കും എക്ക് ബിക്ക് ഉണ്ടാവുക, സെക്കൻഡ് വണ്ണിൽ ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. സോ ദാറ്റ് ഇസ് കോൾഡ് സീരിയൽ ടൈപ്പ് ഓഫ് ഷെഡ്യൂൾ. നെക്സ്റ്റ് വൺ ഇസ് കൺകറന്റ് ഷെഡ്യൂൾ, വിച്ച് ഇസ് ഓൾസോ കോൾഡ് നോൺ സീരിയൽ ഷെഡ്യൂൾ. കൺകറന്റ് ഷെഡ്യൂൾ പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ ഈ പറയുന്ന പോലെ പല രീതിയിൽ, ദാറ്റ് മീൻസ് T1 കുറച്ചെണ്ണം ചെയ്യും, അത് കഴിഞ്ഞ് T2 ചെയ്യും, പിന്നെ അഗൈൻ T1 ചെയ്യും, പിന്നെ T2 ചെയ്യും, അങ്ങനെ. As I said, this is only one example of a concurrent execution. ഇത് പല ഓർഡറിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ ഓരോന്ന് വീതം ചെയ്യാം, 1, 2. സോ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ആർ ദെയർ. കോമ്പിനേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. So in the same manner, if you are considering this example, നമ്മൾ ഈ പഠിച്ച സെയിം എക്സാമ്പിൾ തന്നെയാണ്. ഇതിൽ ഫസ്റ്റ് ട്രാൻസാക്ഷൻ is to transfer amount of 50 from A to B, and the second one is to transfer 10% of the balance of A to B. അപ്പോൾ ഈ ഒരു ഓർഡറിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് Aക്ക് $1000ഉം Bയിൽ $2000 ഉണ്ടെങ്കിൽ, you can calculate what will be the final result. ഓരോ ഷെഡ്യൂളും ഓരോ സ്റ്റൈലിലായിരിക്കും. സോ യു ക്യാൻ ഇത് ചെയ്ത് നോക്കിയിട്ട് ഫൈനൽ വാല്യൂ ഓഫ് എ ബി എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് എ ഷെഡ്യൂൾ കോൺഫ്ലിക്റ്റ്? നമ്മൾ ഷെഡ്യൂൾ എന്താണെന്ന് പഠിച്ചു, ഷെഡ്യൂൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് പഠിച്ചു. മെയിനായിട്ട് രണ്ട് രീതിയിൽ ഷെഡ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ ഈസ് സീരിയൽ ടൈപ്പ് ഷെഡ്യൂൾ ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കൺകറന്റ് ടൈപ്പ് ഓഫ് ഷെഡ്യൂൾ. അതിൻ്റെ എക്സാമ്പിൾസ് കാണിച്ചു. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ഷെഡ്യൂൾ ഉണ്ട്. സപ്പോസ് വി ഹാവ് ഗിവൺ എ ഷെഡ്യൂൾ ആൻഡ് ഇഫ് യു ആർ ടേക്കിംഗ് any two operations inside the schedule and that is said to be in conflict if all the three conditions are satisfied. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ we can say that the schedule conflict has occurred. ഷെഡ്യൂൾ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാകും. അപ്പോൾ എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ഒരു ഷെഡ്യൂളുണ്ട്, ആ ഷെഡ്യൂളിലെ 2 ഓപ്പറേഷൻസ് നിങ്ങൾ എടുക്കുകയാണ്. ആ 2 ഓപ്പറേഷൻസ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. വാട്ട് ഇസ് ദ ഫസ്റ്റ് കണ്ടീഷൻ? ദ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ദാറ്റ് നമ്മളെടുത്ത 2 ഓപ്പറേഷനും 2 ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻ്റെ ആയിരിക്കണം. സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 2 ഓപ്പറേഷനും ഒരു സെയിം ഡേറ്റയിലാണ് നടത്തുന്നത്. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ആ 2 ഓപ്പറേഷനിൽ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഓപ്പറേഷൻ ഷുഡ് ബി എ റൈറ്റ് ഓപ്പറേഷൻ ഓൺ എക്സ്. ഓക്കെ, റൈറ്റ് ഓപ്പറേഷൻ ആയിരിക്കണം. So these are the 2 conditions, and if these are the 3 conditions, if the 3 conditions occur, then you can say that a conflict has occurred in that schedule. So here I am giving you one example schedule,
ആൻഡ് സപ്പോസ് ദിസ് ഇസ് എ ഷെഡ്യൂൾ. ഈ ഷെഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ദീസ് ത്രീ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ്. അതെങ്ങനെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് വൺ, ഇതിനകത്ത് നിന്ന് രണ്ടെണ്ണം എടുത്തു. അത് ഓർഡറിൽ തന്നെ വേണമെന്നില്ല. യു ക്യാൻ ടേക്ക് എനി ടു. R1xും W2xും. അത് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഹൗ ക്യാൻ യു പ്രൂവ് ദാറ്റ് ദീസ് ടു ഓപ്പറേഷൻസ് മേക്ക് കോൺഫ്ലിക്റ്റ്? നമ്മൾ പറഞ്ഞ ത്രീ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? അതിൽ ഫസ്റ്റ് കണ്ടീഷൻ, ഇത് രണ്ട് ഓപ്പറേഷനാണ്. ഒന്ന് റീഡിംഗ് ആണ്, ട്രാൻസാക്ഷൻ 1. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ ഫസ്റ്റ് വൺ? ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഇസ് റീഡിംഗ് ഓൺ X, സെക്കൻഡ് ട്രാൻസാക്ഷൻ ഇസ് റൈറ്റിംഗ് ഓൺ X. അപ്പോൾ ഇത് രണ്ടും കൂടെ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് if you take the first operation, that is done by the first transaction. This operation is performed by the second transaction. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ പറഞ്ഞ് സാറ്റിസ്ഫൈ ചെയ്തു. They belong to different transactions. What is the second condition? Second condition is that അതിൻ്റെ ബ്രാക്കറ്റിലെ ഡേറ്റ ഏതാ? Both are working on the same data X. So the second condition is satisfied. They access the same data item. പിന്നെ അറ്റ്ലീസ്റ്റ് വൺ ഷുഡ് ബി റൈറ്റ് ഓപ്പറേഷൻ. അപ്പോൾ നമ്മുടെ കയ്യിലെ ഒരെണ്ണം ഈ സെക്കൻഡ് ട്രാൻസാക്ഷൻ ഒരു റൈറ്റ് ഓപ്പറേഷനാണ്. അപ്പോൾ ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ്. സെക്കൻഡ് വണ്ണും എക്സാമ്പിളാണ്. നമ്മൾ പറഞ്ഞ പോലെ ഒന്ന് സെക്കൻഡ് ട്രാൻസാക്ഷനിലെ ഓപ്പറേഷനാണ്, ഒന്ന് ഫസ്റ്റ് ട്രാൻസാക്ഷനിലെ ഓപ്പറേഷനാണ്. So first condition satisfied. Both are working on the same data. Second condition satisfied. Here one is the right operation. At least one ആണ്, ഇതിൽ ഒരെണ്ണം ഉണ്ട്. അപ്പോൾ ഇതും കോൺഫ്ലിക്റ്റ് ആണ്. Then third one, if you are taking the third two operations, third example എടുക്കുകയാണെങ്കിൽ അതും കോൺഫ്ലിക്റ്റ് ആണ്. കാരണം ഒന്ന് ഫസ്റ്റ് ട്രാൻസാക്ഷൻ്റെ അവിടെ 1 കാണാം, സെക്കൻഡ് ട്രാൻസാക്ഷൻ്റെ 2 കാണാം. അപ്പോൾ രണ്ടും ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻ്റെയാണ്. ബ്രാക്കറ്റിലുള്ളത് X ആണ്. They are working on the same data. So the second condition is satisfied. At least one should be right. ഇവിടെ രണ്ടും റൈറ്റ് ആണ്. അപ്പോൾ ഒരെണ്ണമെങ്കിലും റൈറ്റ് ആയാൽ മതിയായിരുന്നു. രണ്ട് റൈറ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല. So these are the examples of conflict. But however, these three examples will not make a conflict. Why? If you take the first example, it is R1x and R2x. Okay. രണ്ട് റീഡിംഗ് ഒരുമിച്ച് വന്നാൽ ഒരിക്കലും അത് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നില്ല. കാരണം ഡേറ്റയിൽ അപ്ഡേഷൻസ് ഒന്നും വരുന്നില്ല. റൈറ്റിംഗ്, whenever you are performing the writing, then only the updations will be performed. അപ്പോൾ സെയിം ടൈമിൽ എത്ര പേര് സെയിം ഡേറ്റനെ റീഡ് ചെയ്താലും ഒരു പ്രശ്നവും ഉണ്ടാകില്ല. it will never make a conflict. Then ഈ എക്സാമ്പിളിലോ W2x W1y നമ്മൾ പറഞ്ഞാൽ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് സെക്കൻഡ് ട്രാൻസാക്ഷൻ, ഒന്ന് ഫസ്റ്റ് ട്രാൻസാക്ഷൻ. പക്ഷേ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഒന്നിൽ X ആണ്, ഒന്നിൽ Y ആണ്. രണ്ടും ചെയ്യുന്നത് രണ്ട് വേരിയബിളിനെയാണ്. സോ ഇറ്റ് വിൽ നോട്ട് മേക്ക് എ കോൺഫ്ലിക്റ്റ്. അടുത്തത് R1x W1x. ഇതിൽ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. വൈ? ബിക്കോസ് ബോത്ത് ആർ ഫോർ ദ ഫസ്റ്റ് ട്രാൻസാക്ഷൻ. ദേ ആർ നോട്ട് ഫ്രം ദ ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻ. അതിൻ്റെ ID 1 ആണ്. സോ thus we can explain the concept of conflict. And what is the there are two types of conflicts are there. The first is called read-write conflict. നമ്മൾ ഈ പറഞ്ഞതിൽ ഫസ്റ്റ് എക്സാമ്പിളും സെക്കൻഡ് എക്സാമ്പിളും read-write conflict ആണ്. Second one is second type of conflict is called a write-write conflict. നമ്മൾ എടുത്തതിൽ ഈ third example is a write-write conflict ആണ്. Read-write conflict എന്ന് പറഞ്ഞാൽ എന്താ? What is the meaning of a conflict? ഒരു കോൺഫ്ലിക്റ്റിൻ്റെ മീനിങ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കോൺഫ്ലിക്റ്റ് ആകാനുള്ള കണ്ടീഷൻസ് എല്ലാം പറഞ്ഞു. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് എ കോൺഫ്ലിക്റ്റ്? Conflict means that suppose that if we have two operations are there, if you are changing the order in the value, the outcome changes, result changes. അതായത് T1 T2 എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്പറേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഓപ്പറേഷൻസ് അല്ല, R1 W ഒരു റീഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്പറേഷൻസ് ഉണ്ട്. ആ ഓപ്പറേഷൻസിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ടിൽ എന്തെങ്കിലും റിസൾട്ട് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ that is called a conflict. Okay, if two operations are conflicting, if changing their order can result different outcome. And order change ചെയ്താൽ കിട്ടുന്ന ഔട്ട്പുട്ട് is different ആണെങ്കിൽ it is called conflict. അപ്പോൾ രണ്ട് ടൈപ്പ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. Here the first one is called read-write conflict. So you consider this example. ഇതിൽ എന്താണ്? ഫസ്റ്റ് ട്രാൻസാക്ഷൻ എക്സിനെ റീഡ് ചെയ്യും, അത് കഴിഞ്ഞ് സെക്കൻഡ് ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്യും. അപ്പോൾ റീഡിങ് ഫസ്റ്റ് ട്രാൻസാക്ഷൻ്റെ റീഡിങ് കഴിഞ്ഞാണ് സെക്കൻഡ് ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈ ഓർഡറിൽ ചെയ്യുവാണെങ്കിൽ. സെക്കൻഡ് ഓർഡറിൽ ചെയ്യുവാണെങ്കിൽ എന്താണ്? സെക്കൻഡ് ഓപ്പറേഷൻ ആദ്യം റൈറ്റ് ചെയ്യും. ആ റൈറ്റ് ചെയ്ത ഡേറ്റ, അപ്ഡേഷൻസ് നടത്തിയ ഡേറ്റയാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് read-write conflict.
അപ്പോൾ റൈറ്റ് കോൺഫ്ലിക്റ്റ് എങ്ങനെയാണ്? ദിസ് ഇസ് ദർ എക്സാമ്പിൾ. അപ്പോൾ ഇതിൽ ഈ ഓർഡറിൽ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ഈ ഓർഡറിൽ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ഡിഫറെൻ്റ് ആണ്. ഇവിടെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഈസ് മേക്കിംഗ് ആൻ അപ്ഡേഷൻ, എന്നിട്ട് അതിന് വീണ്ടും സെക്കൻഡ് ട്രാൻസാക്ഷൻ ഒരു അപ്ഡേഷൻസ് നടക്കും. ഈ കേസിൽ സെക്കൻഡ് ട്രാൻസാക്ഷൻ ഫസ്റ്റ് അപ്ഡേഷൻ നടത്തും, അതിനെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, സോ അതാണ് റൈറ്റ് കോൺഫ്ലിക്റ്റ്. പിന്നെ ഒരെണ്ണം ഒരു പോയിന്റ് ഉള്ളത് ദാറ്റ് ഇസ് കോൾഡ് കംപ്ലീറ്റ് ഷെഡ്യൂൾ. അപ്പോൾ ഇത് നമ്മൾ പറയണത് കംപ്ലീറ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇതുവരെ കാണിച്ച ഷെഡ്യൂളിലെല്ലാം വി ആർ ഓൺലി ഷോയിങ് ദ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഓപ്പറേഷൻസ്. റീഡിംഗ് റൈറ്റിംഗ് ഓപ്പറേഷൻസ് ആണ് മെയിൻ കാണിക്കുന്നത്. But actually every transaction last statement will be either commit or abort. If they are included inside the transaction, if you are showing that commit or abort after each transaction, that is before completing each transaction as the last operation, we can say that that particular schedule is a complete schedule. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്രയും ട്രാൻസാക്ഷൻ ഉണ്ട്, ഈ ട്രാൻസാക്ഷൻ വെച്ചുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ട്. അത് കംപ്ലീറ്റ് ഷെഡ്യൂൾ ആകണം എന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? എല്ലാ ട്രാൻസാക്ഷൻ്റെയും ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് either it should be abort or it should be commit. പിന്നെ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ് ഓർഡർ ഓഫ് ദ അപ്പിയറൻസ് ഓഫ് എസ് ഷുഡ് ബി സെയിം ആസ് ദാറ്റ് ഓഫ് ദ ഓർഡർ ഓഫ് അപ്പിയറൻസ് ഇൻ ടിഐയിലുള്ള ഓപ്പറേഷൻസിൻ്റെ അതേ ഓർഡർ റിലേറ്റീവ്ലി, അതായത് ഇപ്പോൾ റീഡ് കഴിഞ്ഞാണ് റൈറ്റ് T1-ലുള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെഡ്യൂൾ എടുത്താൽ ആ റീഡ് കഴിഞ്ഞിട്ട് തന്നെ റൈറ്റ് വേണം. ദെൻ ഏതെങ്കിലും രണ്ട് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് എടുക്കുകയാണെങ്കിൽ രണ്ട് ടൈമിൽ നടക്കണം, അതായത് ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് നടക്കാവുള്ളൂ. സോ ഇതാണ് കംപ്ലീറ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ.